ആരാധ്യനായ മാർത്തോമ്മ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, സഹോദര സഭാ മേലധ്യക്ഷന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, വികാരി ജനറൽമാരെ, ജനപ്രതിനിധികളെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും വന്ദനം. 122ാം മാരാമൺ കൺവെൻഷൻ്റെ ഈ സമ്മേളനം ഇത്രയും മാത്രം സന്തോഷത്തോടുകൂടിയും മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പ്രസന്നമായിരിക്കുന്ന ഈ മണൽപ്പുരപ്പിൽ ആരംഭിക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയുവാനായിട്ട് പോകുന്ന ഈ കൺവെൻഷനിൽ നമുക്ക് എന്ത് സാധിക്കണമെന്നുള്ളതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ പുസ്തകത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. അതേ, ഏകജാതനായവൻ്റെ തേജസ്സായിട്ട്. കർത്താവ് പിന്നീട് പറഞ്ഞു, എന്ത്? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. അതെങ്ങനെ നാം പറയുന്നു? തൻ്റെ ഏകജാതനായ പുത്രനിൽ നാം ദൈവത്തെ കണ്ടു. യേശു ക്രിസ്തുവിൽ ദൈവത്തെ മാത്രം കണ്ടാൽ പോരാ. പിന്നെയോ ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മുഖം കൂടെ യേശു ക്രിസ്തുവിൽ കാണുവാനും കഴിയും. ഇന്ത്യയുടെ പ്രശസ്ത ഹൈന്ദവ ചിന്തകനായിരുന്ന കേശബ് ചന്ദ്ര സെൻ സന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണാമെന്ന്. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളത്. ഇസ്ലാമിക വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് യേശു ക്രിസ്തു അല്ലാതെ യാതൊരുത്തരും സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി പാപമില്ലാത്തവനായി ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല എന്നുള്ളത്. രണ്ട് വലിയ മതസമൂഹങ്ങൾ തന്നെയും തർക്കം കൂടാതെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, വി ക്യാൻ സീ ദ ഫേസ് ഓഫ് ജീസസ്, ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ്. എന്നാൽ അതേസമയം തന്നെ രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരെ കൂടിയിരുന്ന ക്രിസ്മസിൻ്റെ രാത്രിയെക്കുറിച്ചുള്ള ഒരു ഡയലോഗിൽ അവർ കണ്ടെത്തിയത് എന്ത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ. വിവിധ രീതിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ദർശിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ മനുഷ്യമുഖം യേശുക്രിസ്തുവിൽ കണ്ടവരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ട്. അത് നാം പ്രത്യേകിച്ച് ഓർക്കണം. അതിൻ്റെ അർത്ഥം എന്താകുന്നു? ആ മനുഷ്യമുഖം എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. നാം അവകാശപ്പെടുന്നു നാം യേശുക്രിസ്തുവിനെ കണ്ടുവെന്ന്. അപ്പോൾ നമ്മെ കാണുന്നവർ യേശുക്രിസ്തുവിനെ കാണണം. നമ്മെ കാണുന്നവർ യേശുക്രിസ്തുവിനെ കാണേണ്ടത്. നമ്മുടെ മുഖം പ്രതിഫലിപ്പിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ മുഖമാകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ മധ്യാഹ്ന സൂര്യൻ്റെ ചൂട് കൊണ്ട് നമ്മൾ വിഷമിക്കുക. ദൈവം മനുഷ്യനെ കാണാൻ വരുന്ന സമയം എപ്പോഴാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, സായാഹ്നത്തിൻ്റെ ശീതളച്ചായയിൽ ദൈവം മനുഷ്യനെ കാണുവാൻ അവൻ വസിച്ചിരുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും വന്നു. ഈ ദിവസങ്ങളിൽ നാം ഉദിച്ചു വരുന്നതായുള്ള ചന്ദ്രനെ കാണുമ്പോൾ ഈ ഉഗ്ര ചൂടുള്ളതായ സൂര്യരശ്മികൾ ചന്ദ്രനിൽ പതിച്ചിട്ട് അത് നമ്മളിലേക്ക് പ്രതിഫലിക്കുന്നു. എത്ര ശീതളമായിരിക്കുന്ന അനുഭവം! ഈ ഉച്ചച്ചൂടിൻ്റെ ആ വിതകളെല്ലാം പോയി.
നമുക്ക് ഊർജം നൽകുന്നതായുള്ള ആ ശീതളരശ്മികൾ ചന്ദ്രനിൽ നിന്ന് ലഭിക്കുന്നു. അതേ, നമ്മെ കാണുന്നവർ ഈ ദൈവത്തിൻ്റെ ഉഗ്രരശ്മികൾ ശീതളമായിരിക്കുന്ന അനുഭവത്തിലൂടെ നമുക്ക് പകർന്നു തരുന്ന ആ രശ്മിയുടെ പ്രകാശത്തിങ്കൽ നമ്മെ കണ്ടവർ കർത്താവിനെ കണ്ടു എന്ന് പറയുവാൻ തക്കവണ്ണം സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ എല്ലാ രംഗങ്ങളിലുമുള്ളവർ, രാഷ്ട്രീയത്തിലായിരുന്നാലും വൈദിക വൃത്തിയിലായിരുന്നാലും കർഷകരായിരുന്നാലും വ്യവസായികളായിരുന്നാലും ആയിരിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ കഥ ഞാൻ പറയാം. ഇവിടെ വന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് കരിമ്പിൽ ചെറിയാച്ചൻ എന്നാണ്. അദ്ദേഹം കല്ലുപ്പാറ സ്വദേശിയാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നാവുമെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ മണിമലയാറിൻ്റെ തീരത്ത് ധാരാളം കരിമ്പ് കർഷകരുണ്ടായിരുന്നു. അവർ ഉൽപ്പാദിപ്പിക്കുന്നതായ ഉൽപ്പന്നം ആലപ്പുഴ കൊണ്ടുവന്ന് ഗുജറാത്തികളായിരിക്കുന്നതായ സേട്ടന്മാർക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹം വീടുകൾ തോറും നടന്ന് ഈ ഉൽപ്പന്നം ശേഖരിച്ച് നിശ്ചിത തൂക്കം ഇതിൽ കെട്ടുകളാക്കി വള്ളത്തിൽ ആലപ്പുഴ കൊണ്ടു ചെല്ലും. ഗുജറാത്തിൽ നിന്ന് അവിടെ ജോലിക്ക് വന്നിരിക്കുന്ന വ്യവസായത്തിന് വന്നിരിക്കുന്നവർ പറയും, തൊഴിലാളികൾ ചെന്ന് പറയും, ചെറിയാച്ചൻ്റെ വള്ളം വന്നിട്ടുണ്ട്, ചരക്കുമുണ്ടെന്ന് പറയും. അപ്പോൾ ആ സേട്ടന്മാർ, അന്യമതസ്ഥർ, അന്യഭാഷ സംസാരിക്കുന്നവർ, മറുഭാഷയല്ല, അന്യഭാഷ സംസാരിക്കുന്നവർ പറയുന്ന മറുപടി ഇതാണ്: ചെറിയാച്ചൻ്റെ ചരക്കാണോ? എണ്ണവും നോക്കണ്ട, തൂക്കവും നോക്കണ്ട, പറക്കി ഗോഡൗണിൽ അടുക്കി വയ്ക്കാൻ പറയും. അതേ, വചനം കേട്ട് പ്രകാശിതമായ ആ മുഖം താൻ ഇടപെടുന്ന ആളുകൾക്ക് മുമ്പിൽ ആത്മവിശ്വാസം ജനിപ്പിച്ചു. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇപ്പോഴീ പന്തലിൻ്റെ കീഴിലിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ആ സേട്ട് അധികം നാൾ ആലപ്പുഴ താമസിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെയുള്ളവരുടെ കണ്ണുനീര് വീണതാണ് ഈ മണൽപ്പുറമെന്ന് ഓർത്തോണം. അല്ലാതെ ഘോരയുദ്ധം നടത്തി അവകാശങ്ങൾ പിടിച്ചു പറ്റി എന്ന സ്ഥലമല്ലിത് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. മൂത്താബാക്കലെ ഉപദേശിയെക്കുറിച്ചുകൂടി ഞാൻ ഈ സമയത്ത് പറയണം. അദ്ദേഹമാണ് ഈ കൺവെൻഷന് വലിയ സാക്ഷ്യം നിർവഹിച്ച മറ്റൊരു മനുഷ്യൻ. അദ്ദേഹമാകുന്നെന്ന് വരികിൽ തൻ്റെ മകന് രോഗം വന്നു. രോഗം മൂർധന്യാവസ്ഥയിലായി. ദാവീദ് രാജാവിൻ്റെ ഭവനത്തിലെ അതേ അനുഭവം. വേദനയോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരം എന്തായിരുന്നു? കുട്ടി മരിച്ചുപോയി. ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുവാൻ പോകുന്നു. അപ്പോൾ ഇദ്ദേഹം മൃതശരീരത്തിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് കുട്ടി ഉറങ്ങുന്ന മുറിയിലേക്ക് പോയി. സാധാരണ ഉറങ്ങുന്ന മുറിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഒരു കല്ല് സ്ലേറ്റും ഒരു കല്ല് പെൻസിലും ഒരു പുസ്തകവും അവിടെ ഇരിക്കും. അതെടുത്തു. സ്വയം പറഞ്ഞു, എൻ്റെ മോനെ, ഇതിനി ഇവിടെ സ്ഥാനമില്ല, നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വികാരഭരിതനായിട്ട് വന്ന് ആ പെട്ടിക്കകത്തേക്ക് ഇത് വെച്ച് അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ആത്മസന്തോഷം പാട്ട് എഴുതിയ ആളാണ് അദ്ദേഹം. പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങി പാനം ചെയ്ത് ഹല്ലേലൂയ പാടുമെന്ന്. നമുക്ക് ആ ഒരു ചരണമൊന്ന് പാടാം. ദുഃഖത്തിൻ്റെ പാനപാത്രം സന്തോഷത്തോടതു വാങ്ങി സന്തോഷത്തോടെ
വലിയൊരു അനുഭവം, ആ വിശ്വാസം ഈ മണൽപ്പുറത്ത് നിന്ന് ഉയർന്നതാണ്. ആ മണൽത്തിരിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ വിശ്വാസം നമ്മൾ കണ്ടെത്തണം. ദൈവത്തിൻ്റെ മനുഷ്യമുഖം നമ്മിൽ മറ്റുള്ളവർ ദർശിക്കുവാൻ തക്കവണ്ണം ഒരു യഥാർത്ഥമായിരിക്കുന്ന രൂപാന്തരത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ഛ നമുക്കുണ്ടാകണം. ഇന്ന് മാനസാന്തരത്തെക്കാൾ ഉപരിയായി രൂപാന്തരമാണ് ആവശ്യം. അതുകൊണ്ട് അഖില സഭാ കൗൺസിൽ നമ്മോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരം? ദൈവമേ, നിൻ്റെ കൃപയാൽ ഭൂലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഓ ഗോഡ്, ബൈ യുവർ ഗ്രേസ് ട്രാൻസ്ഫോം ദിസ് വേൾഡ്. എത്ര ആവശ്യകതയോടുകൂടി ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൂടിയതായുള്ള അഖില സഭാ കൗൺസിൽ ആ ആശയം കുറച്ചുകൂടെ ദൃഢമാക്കിക്കൊണ്ട് പറഞ്ഞു, ജീവനിലെ ദൈവമേ, ഞങ്ങളെ നീതിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ നടത്തി അഭിമാനകരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നടത്താൻ സഹായിക്കണമെന്ന്. ഓ ഗോഡ് ഓഫ് ലൈഫ്, ലീഡ് us through the path of righteousness and peace so that we can have a dignified life on this planet. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ആ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കുന്നവർക്ക് നിശ്ചയമായിട്ട് സ്വർഗം ലഭിക്കും. അല്ലാതെ ഈ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായി സ്വർഗം ലഭിക്കുമെന്ന് പറയുന്ന ദുരുപദേശത്തിൻ്റെ ഫലമായി അനേകരെ കൊന്നൊടുക്കുന്നതായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. സ്വർഗം നമുക്ക് അവകാശമാകുന്നത് ഈ ജീവൻ്റെ പാതയിലൂടെയും സമാധാനത്തിൻ്റെ പാതയിലൂടെയും വിനയത്തിൻ്റെ പാതയിലൂടെയും നടന്ന് ധന്യമായൊരു ജീവിതം ആർജിക്കുവാനായിട്ടാണ്. അതിനീ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായുള്ള വചനങ്ങൾ നമുക്ക് സഹായകരമായി തീരട്ടെ. രൂപാന്തരത്തെ അനുഭവത്തിലേക്കും ധന്യമായുള്ള ജീവിതത്തിലേക്കും നയിച്ച് ദൈവത്തിൻ്റെ മനുഷ്യമുഖം ലോകത്തിന് പ്രതിഫലിപ്പിക്കുവാൻ പ്രാപ്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പകരുന്നു പ്രാർത്ഥനയിൽ സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരനെ നിൻ മുൻപിൽ. എൻ ഹൃദയം നിൻ സന്നിധിയിൽ പകരുന്നു പ്രാർത്ഥനയിൽ സ്തോത്രത്തിൻ യാഗം ഞാൻ